വെൽക്കം ടു എൻവിഷൻ ഗുരു. നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളാണ്. ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഏഗൻ ഫങ്ഷൻസ് ആൻഡ് ഏഗൻ വാല്യൂസ് എന്ന കോൺസെപ്റ്റിലേക്കാണ്. നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പരിചയപ്പെട്ടിട്ടുണ്ട്, ഓപ്പറേറ്റേഴ്സ് പരിചയപ്പെട്ടിട്ടുണ്ട്, ഫങ്ഷൻസിനെ കുറിച്ചും പൊതുവെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഏഗൻ ഫങ്ഷൻസും മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. ഏഗൻ ഫങ്ഷൻസ് കുറെ കൂടി വിശദമായി ഏഗൻ ഫങ്ഷനും ഏഗൻ വാല്യൂവും എന്താണ് എന്ന് ക്വാണ്ടം കെമിസ്ട്രിയുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുക എന്നതാണ് ഇന്നത്തെ പാഠത്തിൻ്റെ ഉദ്ദേശം. ശരി, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഏഗൻ ഫങ്ഷൻസ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഒരു ഫങ്ഷനും ഒരു ഓപ്പറേറ്ററും തമ്മിലുള്ള ബന്ധം. ഓപ്പറേറ്റർ ഫങ്ഷനിൽ ആക്ട് ചെയ്യുന്നു, ഫങ്ഷനെ മറ്റൊരു ഫങ്ഷനായി മാറ്റുന്നു. റൈറ്റ്? അപ്പോൾ അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഫങ്ഷൻ പുതിയ ഫങ്ഷനായി മാറുമ്പോൾ എങ്ങനെ വരുന്നു? പുതിയ ഫങ്ഷൻ പഴയ ഫങ്ഷൻ്റെ ഒരു മൾട്ടിപ്പിളായി, സ്കേലാർ മൾട്ടിപ്പിളായി മാറുന്നുവെങ്കിൽ അത്തരം ഫങ്ഷനെയാണ് എന്ത് പറയുന്നത്? ഏഗൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഏതിൻ്റെ ഏഗൻ ഫങ്ഷൻ? ആ പർട്ടിക്കുലർ ഓപ്പറേറ്ററിൻ്റെ ഏഗൻ ഫങ്ഷൻ. അപ്പോൾ നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ HI ഈക്വൽസ് ഇസൈ, H ക്യാപ്സ് ഐ ഈക്വൽസ് ഇസൈ എന്ന് എഴുതുന്നു. അവിടെ H ക്യാപ് ഓപ്പറേറ്ററാണ്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററാണ്. ഇസൈ എന്താണ്? ഈ എനർജി സൈ വേവ് ഫങ്ഷൻ. ഈ സൈ എന്ന് പറയുന്നത് H ക്യാപ് ഓപ്പറേറ്ററിൻ്റെ ഏഗൻ ഫങ്ഷനായി വരുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇയുടെ വാല്യൂ എനർജി, ആ സ്റ്റേറ്റിൻ്റെ എനർജിക്ക് തുല്യമായിരിക്കും എന്നാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്? നമുക്ക് പൊതുവേ എന്താണ് ഈ ഏഗൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതിലേക്ക് വരാം. റൈറ്റ്? നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിൽ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നു, നമുക്ക് ഫംഗ്ഷൻ്റെ ഒരു മൾട്ടിപ്പിളായി കിട്ടുന്നു. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം, ഈ കാണുന്നത് പോലെ റെപ്രസെൻറ്റ് ചെയ്യാം. റൈറ്റ്? വളരെ സിമ്പിളായ ഒരു റെപ്രസെൻറ്റേഷൻ. ഓപ്പറേറ്റർ ആക്ട്സ് ഓൺ ഫംഗ്ഷൻ ആൻഡ് ഫംഗ്ഷൻ ഈസ് കൺവേർട്ടഡ് ടു എ മൾട്ടിപ്പിൾ ഓഫ് ദി ഒറിജിനൽ ഫംഗ്ഷൻ. ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ, റൈറ്റ്? ഇനി നമുക്ക് ഏതെങ്കിലും ഉദാഹരണങ്ങൾ എടുക്കാം, ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എടുക്കാം. d/dx ഒരു ഓപ്പറേറ്ററാണ്. നമ്മൾ എന്ത് പറയും? ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതുക, x² എന്നായിക്കോട്ടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഡിഫറൻഷ്യൽ അതിൽ ആക്ട് ചെയ്താൽ, ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ x² എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ആക്ട് ചെയ്താൽ ആ ഫംഗ്ഷൻ എന്തായി മാറും? 2x ആയി മാറും. അപ്പോൾ x² എന്ന ഫംഗ്ഷൻ കൺവേർട്ട് ചെയ്യപ്പെട്ടു, എന്തായി? 2x ആയി കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഇതാണ് ഒരു ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറെ കൂടി വ്യത്യസ്തമായ ഒരു ഫംഗ്ഷനിലേക്ക് വരാം. e⁻²x ആയിക്കോട്ടെ നമ്മുടെ ഫംഗ്ഷൻ. അതും എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്, എക്സിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ്. നമുക്കത് y ഈക്വൽസ് e⁻²x. അപ്പോൾ നമ്മൾ dy/dx എടുക്കുന്നു, അല്ലെങ്കിൽ dy/dx ഏതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു? e⁻²x ഓപ്പറേറ്റ് ചെയ്യുന്നതായി സങ്കല്പിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് അതേ ഫംഗ്ഷൻ കിട്ടുന്നു, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് കൂടി വരുന്നു. അപ്പോൾ എന്താണ്? നമുക്ക് പുതിയൊരു ഫംഗ്ഷൻ കിട്ടി. ആ ഫംഗ്ഷൻ പഴയ ഫംഗ്ഷൻ തന്നെ, പഴയ ഫംഗ്ഷൻ അപ്പടിയല്ല, അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ആ കേസിൽ നമുക്ക് എന്ത് പറയാം? e⁻²x എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിന്റെ ഒരു ഐഗൺ ഫംഗ്ഷൻ ആണ്. ആ ഐഗൺ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 2 ആണ്. അതാണ് ഐഗൺ ഫംഗ്ഷനും ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എല്ലാ ഫംഗ്ഷൻസും, എക്സിന്റെ എല്ലാ ഫംഗ്ഷനും d/dxന് എന്താവില്ല? ഐഗൺ ഫംഗ്ഷൻ ആവില്ല. നമ്മൾ നേരത്തെ കണ്ട x² എന്ന് പറയുന്നത് എന്തല്ല? ഐഗൺ ഫംഗ്ഷൻ അല്ല. എക്സിന്റെ ഏത് പവറും എന്തല്ല? ഐഗൺ ഫംഗ്ഷൻ ആവില്ല. പക്ഷേ e⁻x, e⁻some coefficient of x also, some multiple of x also will be an eigen function of our differential operator. അപ്പോൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിൻ്റെ ഒരു ഐഗൺ ഫംഗ്ഷനെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി അല്പം കൂടി വ്യത്യസ്തമായ ഒരു ഫംഗ്ഷൻ നമുക്ക് നോക്കാം. e⁻kx² എന്നായിക്കോട്ടെ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് നോക്കാം. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, അതിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഈ ഫംഗ്ഷനിൽ, ഏത് ഫംഗ്ഷനിൽ? e⁻kx² എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ആക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? x kx² എന്നാകുന്നു. 2k കോഎഫിഷ്യൻ്റ് ആയിട്ട് വരും. 2k x k e⁻kx² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ എന്താ ഉണ്ടാകുന്നത്?
ഒറിജിനൽ ഫംഗ്ഷൻ്റെ മൾട്ടിപ്പിൾ അല്ല കിട്ടിയിരിക്കുന്നത്. ഒറിജിനൽ ഫംഗ്ഷൻ്റെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ, എക്സ് ഇ ടു ദി പവർ ഓഫ് കെ എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ. അതിനെ പിന്നെ ഒരു കോഎഫിഷ്യൻ്റ് അവിടെ ഉണ്ട്, അതുകൊണ്ട് കാര്യമില്ല. പവർ എന്ത് മാറിപ്പോയി? ഫംഗ്ഷൻ വേറെ ഒന്നായി. അത് ഒറിജിനൽ ഫംഗ്ഷൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഒരു സിമ്പിൾ മൾട്ടിപ്പിൾ അല്ല, ഒരു സ്കേലാർ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് അതിനെ നമുക്ക് ഏഗൻ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഇ ടു ദി പവർ ഓഫ് കെ എക്സ് എന്തായിരിക്കും? ഏഗൻ ഫംഗ്ഷൻ ആണ്. ഇ ടു ദി പവർ ഓഫ് കെ എക്സ് ഈസ് ഏഗൻ ഫംഗ്ഷൻ. അതിൻ്റെ ഏഗൻ വാല്യൂ എന്തായിരിക്കും? കെ ആയിരിക്കും ഏഗൻ വാല്യൂ. ദാറ്റ് ഈസ് എ ജനറൽ കേസ്. ഇ ടു ദി പവർ ഓഫ് 2x എന്ന് കണ്ടതുപോലെ എന്താണ്? ഇ ടു ദി പവർ ഓഫ് കെ എക്സ്. ദാറ്റ് ഈസ് ആൻ ഏഗൻ ഫംഗ്ഷൻ. കെയുടെ വാല്യൂ എന്താകാം? എനി വാല്യൂ, എനി നമ്പർ. അത് ഇൻറ്റിജർ ആകാം, ഫ്രാക്ഷൻ ആകാം. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആർ പോസിബിൾ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഫിനിറ്റ് സച്ച് ഫംഗ്ഷൻസ് ആർ പോസിബിൾ. This differential operator can have infinite number of eigen functions and infinite number of eigen values, of course. അതാണ് അതിൻ്റെ അർത്ഥം. എത്ര ഫംഗ്ഷന് നമുക്ക് ഇ ടു ദി പവർ ഓഫ് കെ എക്സ്, കെക്ക് നമുക്ക് ഏത് വാല്യൂ കൊടുക്കാം. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് അനേകം ഫംഗ്ഷൻസ്, ഇൻഫിനിറ്റ് ഫംഗ്ഷൻസ് എഴുതാം എന്നാണ് അതിൻ്റെ അർത്ഥം. റൈറ്റ്? ഒരേ ഓപ്പറേറ്ററിന് തന്നെ ധാരാളം ഇൻഫിനിറ്റ് നമ്പർ എന്തുണ്ടാകാം? ഏഗൻ ഫംഗ്ഷൻസ് ഉണ്ടാകാം എന്നാണ് ഈ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ശരി, നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നമുക്ക് വേറെ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. വേറെ ഒരു ഓപ്പറേറ്റർ തന്നെ കൺസിഡർ ചെയ്യാം. നമുക്ക് എക്സ് ഡി ബൈ ഡി എക്സ് എന്ന ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യുന്നു. റൈറ്റ്? അപ്പോൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആദ്യം ഡി ബൈ ഡി എക്സ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുക. അതായത് ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുക, എന്നിട്ട് അതിനെ ആ കിട്ടുന്ന ഡിഫറൻഷ്യലിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. രണ്ട് ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടത്തുനിന്ന് വലത്തേക്ക് എഴുതുന്നുണ്ടെങ്കിൽ വലത്തെ അറ്റത്തെ ഓപ്പറേറ്ററാണ് ഫംഗ്ഷനിൽ ആദ്യം ആക്ട് ചെയ്യുന്നത്, പിന്നീടാണ് അതിന് മുൻപേ എഴുതിയത് ഇടത്ത് എഴുതിയ ഫംഗ്ഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡി ബൈ ഡി എക്സ് അങ്ങനെയാണ് ഓപ്പറേറ്ററിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അവസാനം എഴുതിയ ഓപ്പറേറ്ററാണ് ആദ്യം ആക്ട് ചെയ്യുന്നത്. അതായത് ഫംഗ്ഷൻ്റെ തൊട്ട് മുമ്പിൽ ഏത് ഓപ്പറേറ്ററാണോ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഏത് അതിൻ്റെ സിമ്പലാണോ വരുന്നത്, അതാണ് ആദ്യം ആക്ട് ചെയ്യുന്നത്. റൈറ്റ്? അപ്പോൾ നമുക്കിവിടെ എക്സ് ടു ദി പവർ എൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. റൈറ്റ്? അത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടുന്നു? എൻ എക്സ് ടു ദി പവർ എൻ മൈനസ് 1 കിട്ടുന്നു ഇൻറ്റു എക്സ്. അടുത്ത ഓപ്പറേറ്റർ എക്സ് ആണ്, അതുകൂടി ആക്ട് ചെയ്യണം. അപ്പോൾ എന്തായി മാറുന്നു? എൻ എക്സ് ടു ദി പവർ ഓഫ് എൻ എന്ന് കിട്ടുന്നു. റൈറ്റ്? അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു ഏഗൻ ഫംഗ്ഷൻ ആണ്. ഈ ഓപ്പറേറ്ററിൻ്റെ ഏഗൻ ഫംഗ്ഷൻ ആണ്. എക്സിൻ്റെ ഏത് പവറും എക്സ് സ്ക്വയർ ആകാം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് പുതിയ ഫംഗ്ഷൻ 2x സ്ക്വയർ എന്ന് കിട്ടും. എക്സ് ക്യൂബ് ആകാം. അപ്പോൾ എന്ത് കിട്ടും? 3x ക്യൂബ് എന്ന് കിട്ടും പുതിയ ഫംഗ്ഷൻ. അപ്പോൾ എന്താ വരുന്നത്? ഓപ്പറേറ്റർ എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ ഫംഗ്ഷനെ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത അതേ എഫക്റ്റ് നമുക്ക് തരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഏഗൻ ഫംഗ്ഷൻ ആണ്. റൈറ്റ്? ഇനി നമുക്ക് ഇതേ ഓപ്പറേറ്ററിൽ തന്നെ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ്, രണ്ട് വ്യത്യസ്ത ഏഗൻ ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്യാം. എക്സ് സ്ക്വയറും എക്സ് ക്യൂബും വിചാരിച്ചോളൂ. അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്. ഇതിൽ ഈ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഓരോ ഫംഗ്ഷനിലും എക്സ് സ്ക്വയറിലും എക്സ് ക്യൂബിലും പ്രത്യേകം ആക്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ ആഡ് ചെയ്യണം. അതാണ് അതിൻ്റെ അർത്ഥം. റൈറ്റ്? അവർ ഓപ്പറേറ്റർ ആക്ട്സ് ഓൺ ദീസ് ഫംഗ്ഷൻസ് സെപ്പറേറ്റ്ലി ദെൻ ആഡ് ടുഗദർ. ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അതാണ്. റൈറ്റ്? അപ്പോൾ ഇത് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയറിൽ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്ന 2x സ്ക്വയർ എന്ന് കിട്ടും. എക്സ് ക്യൂബിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 3x ക്യൂബ് എന്ന് കിട്ടും. സോ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? 2x സ്ക്വയർ പ്ലസ് 3x ക്യൂബ്. നമ്മുടെ തുടങ്ങിയ ഫംഗ്ഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബിനെ മൊത്തത്തിലൊരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എഫക്റ്റ് അല്ല ഇവിടെ. നമുക്ക് എന്ത് കിട്ടൂല? അവിടെ ഒരു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഫൈനൽ ആയിട്ടുള്ള പുതിയ ഫംഗ്ഷൻ കിട്ടില്ല. റൈറ്റ്? അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് ഒരു ലീനിയർ ഓപ്പറേറ്റർ അല്ല. ഏതിന്? എക്സിൻ്റെ പവറിന് ഇത് ലീനിയർ ഓപ്പറേറ്ററായിട്ട് ഇത് ആക്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് അർത്ഥം. ഇത് പറയാൻ കാരണമുണ്ട്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ എത്ര ഓപ്പറേറ്റേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്? ലീനിയർ ഓപ്പറേറ്റേഴ്സ്. അവിടുത്തെ ഫംഗ്ഷൻസിന് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയണം. എന്താണ് ലീനിയർ ഓപ്പറേറ്റർ? രണ്ട് ഫംഗ്ഷൻസിൽ സെപ്പറേറ്റ് ആക്ട് ചെയ്യുന്നതും രണ്ട് ഫംഗ്ഷൻസ് ആഡ് ചെയ്തിട്ട് ഇത് ആക്ട് ചെയ്യുന്നതും റിസൾട്ട് എന്തായിരിക്കണം? ഒരുപോലെ ആയിരിക്കണം. ദാറ്റ് ഈസ് ലീനിയർ ഓപ്പറേറ്റർ. ഓക്കെ, വി വിൽ
ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ എന്ത് വരും? ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ അതിൻ്റെ രണ്ട് ഏഗൻ ഫംഗ്ഷൻസിൻ്റെ സമ്മും ഒരു ഏഗൻ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് സൈൻ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. നമ്മുടെ ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ് സൈൻ എക്സ് എന്നാണ് എന്ന് കരുതുക. ഇതിൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആക്ട് ചെയ്താൽ എന്ത് കിട്ടും? കോസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ എന്താല്ല, ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിന്റെ ഏഗൻ ഫംഗ്ഷൻ അല്ല സൈൻ ഫംഗ്ഷൻ. ഇനി എന്ത് കരുതുക? ഒരു തവണ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റർ എന്താണ്? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. d²/dx² ആണ് നമ്മുടെ ഓപ്പറേറ്റർ എന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കോസ് എക്സ് കിട്ടി. കോസ് എക്സിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടി? മൈനസ് സൈൻ എക്സ് കിട്ടി. അപ്പോഴെന്തായി? തുടങ്ങിയ ഫംഗ്ഷൻ തന്നെ വന്നു, അതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിന്റെ ഒരു ഐഗൺ ഫംഗ്ഷൻ ആണ് സൈൻ എക്സ്. അതിന്റെ ഐഗൺ വാല്യൂ എത്രയാണ്? -1 ആണ്. ഇനി നമുക്ക് ഇത് തന്നെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. സൈൻ എക്സ് എന്നുള്ളത് സൈൻ കെ എക്സ് എന്നാകാം. അപ്പോഴും നമുക്ക് ഇതേ സംഗതി ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ആദ്യം കെ കോസ് കെ എക്സ്, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ഓർഡറിലേക്ക് പോകുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? -k² സൈൻ കെ എക്സ്. എന്തായി? ഒറിജിനൽ ഫംഗ്ഷൻ തിരിച്ചു വന്നിരിക്കുന്നു, കൂടെ ഒരു കോഎഫിഷ്യന്റ് വന്നു. കോഎഫിഷ്യന്റ് എന്താണ്? -k². അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് ഒരു സംഗതി കിട്ടി. എന്താണ്? സൈൻ കെ എക്സ് എന്ന് പറയുന്നത്, കെ എന്താണ്? ഒരു കോഎഫിഷ്യന്റ് ആണ്. സൈൻ കെ എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിന്റെ ഐഗൺ ഫംഗ്ഷൻ ആണ്. അതിന്റെ ഐഗൺ വാല്യൂ എന്താണ്? -k² ആണ്. k² അല്ല, -k² ആണ്. റൈറ്റ്? സൈൻ ഫംഗ്ഷൻ ഐഗൺ ഫംഗ്ഷൻ ആണെന്ന് കണ്ടു. ഇനി നമുക്ക് കോസ് ഫംഗ്ഷൻ നോക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും? കോസ് കെ എക്സിന്റെ ഡിഫറൻഷ്യൽ എന്താണ്? -k സൈൻ കെ എക്സ്. വീണ്ടും അതിന്റെ ഡിഫറൻഷ്യൽ എന്ത് കിട്ടുന്നു? -k² കോസ് കെ എക്സ്. എന്തായി? ഒറിജിനൽ ഫംഗ്ഷൻ തിരിച്ചെത്തിയിരിക്കുന്നു, കോഎഫിഷ്യന്റ് ആയിട്ട് -k². അപ്പോൾ കോസ് കെ എക്സിന്റെ ഫംഗ്ഷനും കോസ് കെ എക്സും എന്ത് തന്നെയാണ്? നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിന്റെ ഐഗൺ ഫംഗ്ഷൻ ആണ്. അതിന്റെ ഐഗൺ വാല്യൂ എന്താണ്? -k² ആണ്. അപ്പോൾ നമുക്ക് രണ്ട് വ്യത്യസ്ത ഫംഗ്ഷൻ കിട്ടിയിരിക്കുന്നു. സൈൻ കെ എക്സും കോസ് കെ എക്സും രണ്ടും എന്ത് തന്നെയാണ്? ഐഗൺ ഫംഗ്ഷൻസ് ആണ്. ഏതിന്റെ? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിന്റെ. രണ്ടിന്റെയും ഐഗൺ വാല്യൂ എന്താണ്? -k² ആണ്. അപ്പോൾ ഒരേ ഐഗൺ വാല്യൂ ഉള്ള രണ്ട് ഡിഫറെന്റ് ഐഗൺ ഫംഗ്ഷൻസ് കിട്ടി. ഇത് നമ്മൾ കാണാൻ പോകുകയാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ ഇതിന് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് കിട്ടുന്നു? ഒരേ ഐഗൺ വാല്യൂ ഉള്ള വ്യത്യസ്ത ഫംഗ്ഷൻസ് കിട്ടാം, ഒരേ ഓപ്പറേറ്ററിന് തന്നെ. ഇത് ഓരോന്നും വ്യത്യസ്ത സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യും. പക്ഷേ ഇത്തരം സ്റ്റേറ്റിന്റെ വാല്യൂ, എനർജിയാണ് നമ്മുടെ ഓപ്പറേറ്റർ എന്ന് കരുതുക, ഹാമിൽട്ടോണിയൻ ആണ് നമ്മുടെ ഓപ്പറേറ്റർ എന്ന് കരുതുക. അപ്പോൾ എന്താ കിട്ടുന്നത്? പല സ്റ്റേറ്റിനും ഒരേ എനർജി. നമ്മൾ px, py, pz ഓർബിറ്റൽസിന് ഈക്വൽ എനർജി എന്ന് പറയുന്നു. അതാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അവിടെ എന്ത് കിട്ടും? 3 വ്യത്യസ്ത ഫംഗ്ഷൻസ് കിട്ടും. മൂന്നിൻ്റെയും ഐഗൺ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത്തരം സ്റ്റേറ്റുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡീജനറേറ്റ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഒരു ഓപ്പറേറ്ററിന്റെ വ്യത്യസ്ത ഐഗൺ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് വിളിക്കുന്നത്? ഡീജനറേറ്റ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്? അതിന്റെ വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിന്റെ എല്ലാ ഐഗൺ വാല്യൂ സെയിം ആയിരിക്കും. അതാണത്. റൈറ്റ്? അപ്പോൾ അതിന്റെ ഒരു വളരെ സിമ്പിൾ ആയ ഒരു ഉദാഹരണമാണ് ഏത്? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിന് സൈൻ കെ എക്സും കോസ് കെ എക്സും ഐഗൺ ഫംഗ്ഷൻസ് ആണ്. അതിന്റെ രണ്ടിന്റെയും ഐഗൺ വാല്യൂ -k² ആണ്. ഇനി നമുക്ക് ഇത് രണ്ടും ഐഗൺ ഫംഗ്ഷൻസ് ആണ്. സൈൻ കെ എക്സും കോസ് കെ എക്സും ഐഗൺ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ സങ്കല്പിക്കാം. അത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആക്ട് ചെയ്താൽ എന്തുണ്ടാവും? സൈൻ കെ എക്സ് പ്ലസ് കോസ് കെ എക്സ് ആക്ട് ചെയ്യുന്നു. എന്ത് വരുന്നു? -k² കോസ് കെ എക്സ് -k² സൈൻ കെ എക്സ് എന്ന് കിട്ടും. k² എന്താണ്? -k² കോമൺ ആണ്. നമ്മൾ ഫാക്ടർ വെളിയിലേക്ക് എടുത്താൽ എന്ത് കിട്ടും? -k² ഇൻറ്റു സൈൻ കെ എക്സ് പ്ലസ് കോസ് കെ എക്സ്. എന്തായി? ഒറിജിനൽ ഫംഗ്ഷന്റെ ഒരു മൾട്ടിപ്ലൈ തന്നെ വന്നു. അപ്പോൾ ഈ പുതിയതും എന്താണ്? അതിന്റെ കോമ്പിനേഷനും എന്ത് തന്നെയാണ്?
നമ്മൾ രണ്ട് വ്യത്യസ്ത ഫംഗ്ഷൻ അതിൻ്റെ കോമ്പിനേഷൻ ലീനിയർ കോമ്പിനേഷനും എന്ത് തന്നെയാണ് eigen ഫംഗ്ഷനായി വരുന്നു. റൈറ്റ്, അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ കാണാൻ പോകുന്നതാണ് eigen ഫംഗ്ഷൻസ് ഉണ്ട്. eigen ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻസും എന്ത് തന്നെയാവും? ഒരു eigen ഫംഗ്ഷൻ തന്നെയാവും. അത്തരം ഓപ്പറേറ്റേഴ്സും അത്തരം ഫംഗ്ഷൻസുമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. റൈറ്റ്, ആയിക്കോട്ടെ. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ സൈൻ കെ എക്സ് പ്ലസ് കോസ് കെ എക്സ് എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോഎഫിഷ്യന്റ് കൂടി കൊടുക്കാം. എ സൈൻ കോ എക്സ്, എ സൈൻ കെ എക്സ് പ്ലസ് ബി സൈൻ എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് എന്നാക്കാം. വിരോധമല്ല, ആ കോഎഫിഷ്യൻസ് അവിടെ ഉണ്ടാവുന്നേ ഉള്ളൂ. നമുക്ക് ഈ പുതിയ ഫംഗ്ഷനെ മൈനസ് കെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എഫക്റ്റ് വീണ്ടും കിട്ടും. മൈനസ് കെ സ്ക്വയർ ഇൻറ്റു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് എന്ന് തന്നെ അവസാനത്തെ ഫംഗ്ഷൻ കിട്ടും. രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്കത് കിട്ടും. റൈറ്റ്, അപ്പോൾ അതും എന്ത് തന്നെയാണ്? ഒരു eigen ഫംഗ്ഷൻ തന്നെയാണ്. റൈറ്റ്, ലീനിയർ കോമ്പിനേഷൻ എന്താകുന്നു? eigen ഫംഗ്ഷൻ തന്നെ ആകുന്നു. eigen ഫംഗ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ eigen ഫംഗ്ഷൻ ആകുന്നു. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ കാണാൻ പോകുന്നത് അത്തരം ഫംഗ്ഷൻസ് ആണ്. റൈറ്റ്, ഇനി നമുക്കിവിടെ ഒരു പ്രത്യേക കേസ് കൺസിഡർ ചെയ്യാം. നമ്മൾ രണ്ട് കോഎഫിഷ്യന്റ് കൊടുത്തിട്ടാണ് ആഡ് ചെയ്തത്, എയും ബിയും. എയുടെ വാല്യൂ 1 എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായി? സൈൻ കെ എക്സ് തന്നെയായി. ബിയുടെ വാല്യൂ ഐ, സ്ക്വയർ റൂട്ട് ഓഫ് -1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കിട്ടും? എ സൈൻ കെ എക്സ് പ്ലസ്, നേരെ തിരിച്ച് കോസ് നമ്മൾ ആദ്യം പറയുന്നു. അപ്പോൾ എന്തെടുക്കാം? കോസ് കെ എക്സ്, എയുടെ വാല്യൂ 1 ആക്കി. കോസ് കെ എക്സ് പ്ലസ് സൈൻ കെ എക്സ് എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. കോസ് കെ എക്സിന് കോഎഫിഷ്യന്റ് 1 എന്ന് കൊടുക്കുന്നു, സൈൻ കെ എക്സിന് ഐ എന്ന് കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? കോസ് കെ എക്സ് പ്ലസ് ഐ സൈൻ കെ എക്സ് കിട്ടും. റൈറ്റ്, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താലും രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താലും എന്ത് കിട്ടും? eigen ഫംഗ്ഷൻ തന്നെയാണ്. മൈനസ് കെ സ്ക്വയർ എന്തായി വരും? eigen വാല്യൂ ആയിട്ട് വരും. ഇനി നമുക്കൊരു കാര്യം അറിയാം. ഈ ഫംഗ്ഷൻ, ഏത് ഫംഗ്ഷൻ? കോസ് കെ എക്സ് പ്ലസ് ഐ സൈൻ കെ എക്സ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഏതിൻ്റെ എക്സ്പാൻഷനാണ്? ഇ ടു ദി പവർ ഓഫ് ഐ കെ എക്സിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ നമുക്ക് അതിനെ ഏതുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? ഇ ടു ദി പവർ ഓഫ് ഐ കെ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. റൈറ്റ്, അതും എന്ത് തന്നെയായിട്ട് വരുന്നു? ഒരു eigen ഫംഗ്ഷനാണ്. ഇ ടു ദി പവർ ഓഫ് ഐ കെ എക്സ് ഈസ് ഓൾസോ ആൻ eigen ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. അതാണ് അതിൻ്റെ അർത്ഥം. റൈറ്റ്, ഓക്കെ. ഇത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ ചില ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. ഈ ഫംഗ്ഷൻസ്, സൈൻ ഫംഗ്ഷൻ, കോസ് ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഉദാഹരണം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിലേക്ക് വരാം. നമുക്കൊരു ജനറൽ ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ഓപ്പറേറ്റർ ലീനിയർ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഈ ജനറൽ ഫംഗ്ഷനെ നമുക്ക് ഈ ഓപ്പറേറ്ററിന്റെ eigen ഫംഗ്ഷൻസിന്റെ സം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. എനി ഫംഗ്ഷൻ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എ ജനറൽ ഫംഗ്ഷൻ ഓഫ് ദി ഓപ്പറേറ്റർ, എ ജനറൽ ഫംഗ്ഷൻ ഓൺ വിച്ച് ദി ഓപ്പറേറ്റർ ക്യാൻ ആക്ട്. എന്തായിട്ട് എഴുതാൻ കഴിയും? ലീനിയർ കോമ്പിനേഷൻ ഓഫ് eigen ഫംഗ്ഷൻസ് ആയിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് നോക്കാം. ജനറൽ ഫംഗ്ഷൻ ജി എന്ന് വിചാരിക്കുക. നമ്മുടെ ഓപ്പറേറ്റർ സിമ്പിൾ, എനി സിമ്പിൾ യു ക്യാൻ ഗീവ്, ഒമേഗ എന്നുള്ള സിമ്പിൾ കൊടുത്തിരിക്കുന്നു. റൈറ്റ്, അതിന് കിട്ടുന്ന വാല്യൂവിന് സ്മോൾ ലെറ്റർ ഒമേഗ ഉപയോഗിക്കുന്നു. ഒമേഗ ജി എന്ന് വീണ്ടും ആവർത്തിക്കാം നമുക്ക്. ആയിക്കോട്ടെ. ഇനി ഈ ജി എന്ന ജനറൽ ഫംഗ്ഷനെ എന്തായിട്ട് എഴുതുക? നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻസിന്റെ സം, അതിന്റെ കോഎഫിഷ്യന്റ് സി ആണ്. അപ്പോൾ നമ്മൾ എന്ത് സം ഓവർ സി എൻ എഫ് എൻ എന്ന് എഴുതുന്നു. റൈറ്റ്, സി എൻ എഫ് എൻ റെപ്രസെന്റ് coefficient and function respectively. Right, so we have to sum over the all values of n. Right, കുറേ അധികം വാല്യൂസ് n ഉണ്ട്. ആ n-ന്റെ വാല്യൂ മാറ്റി അതനുസരിച്ച് കോഎഫിഷ്യന്റും എഫും വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സം എടുക്കുന്നത് ആയിരിക്കും നമ്മുടെ ജനറൽ ഫംഗ്ഷൻ എന്ന് കരുതുക. റൈറ്റ്, അപ്പോൾ നമ്മളിവിടെ ഒമേഗ ഈ സമ്മിലാണ് ആക്ട് ചെയ്യേണ്ടുന്നത്. അവിടെ കോഎഫിഷ്യന്റ് നമുക്ക് എന്ത് ചെയ്യാം? കോഎഫിഷ്യന്റ് ഓപ്പറേറ്റർ ഫംഗ്ഷനിൽ ആക്ട് ചെയ്താൽ മതി. കോഎഫിഷ്യന്റ് അങ്ങനെ തന്നെ ഉണ്ടാവും, കോഎഫിഷ്യന്റ് മാറ്റില്ല. ലീനിയർ ഓപ്പറേറ്ററിന്റെ സ്വഭാവമാണ് നമ്മുടെ ഫംഗ്ഷന് ഇൻറ്റു എ കോഎഫിഷ്യന്റ്
ഇൻറ്റു എ സ്കെയിലാർ ക്വാണ്ടിറ്റി. എന്താണ് അതിൻ്റെ അർത്ഥം? ഫംഗ്ഷനിൽ ഓപ്പറേറ്റർ ആക്ട് ചെയ്തിട്ട് കിട്ടുന്ന പുതിയ ഫംഗ്ഷനെ അതേ കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റൈറ്റ്? അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാം? സം ഓവർ Cn ഓപ്പറേറ്റർ ആക്ട് ഓൺ ദി ഫംഗ്ഷൻ. റൈറ്റ്? അത് നമ്മൾ എൻ്റെ വാല്യൂ മാറ്റി സം എടുത്താൽ മതി. ഇനി എന്തുകൂടി നമുക്കറിയാം? ഈ ഓപ്പറേറ്റർ ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുന്ന ഉടനെ നമുക്ക് എന്താ കിട്ടുന്നത്? ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടേ എന്ത് കിട്ടും? ഫംഗ്ഷൻ ഇൻറ്റു ഇറ്റ്സ് ഐഗൺ വാല്യൂ. ഇത് ഐഗൺ ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് കിട്ടണം? ഫംഗ്ഷൻ ഇൻറ്റു ഇറ്റ്സ് ഐഗൺ വാല്യൂ. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ ദി ഫംഗ്ഷൻ കൊണ്ട് മാറ്റിയിട്ട് എന്ത് എഴുതാം? ഐഗൺ വാല്യൂ ഒമേഗ എൻ എന്ന് എഴുതുന്നു. ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ലൈക്ക് ദാറ്റ്. സ്മോൾ ലെറ്റർ ഒമേഗ ഉപയോഗിക്കുന്നു. ഒമേഗ എൻ എഫ് എൻ എന്ന് എഴുതാം. അപ്പോൾ അതെന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് എന്ത് തന്നെ കിട്ടുന്നു? ഇത് പുതിയതും എന്തായിരിക്കണം? ഒരു ഐഗൺ ഫംഗ്ഷൻ ആയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം എന്താണ്? ഈ ഓപ്പറേറ്റർ ആക്ട് ചെയ്തുകൊണ്ടേ നമുക്ക് എന്ത് കിട്ടി? ഒരു കോഎഫിഷ്യന്റ് കൊണ്ട് ഒറിജിനൽ ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായി. എഫിന്റെ സീരീസിന്റെ സമ്മിനെ ഏതിന്റെ സീരീസിന്റെ സമ്മ കൊണ്ട്? Cn ഒമേഗ എൻ സീരീസിന്റെ സമ്മ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് തുല്യമായി എന്നാണ് അതിന്റെ അർത്ഥം. സെയിം ഐഗൺ വാല്യൂ ഉള്ള ഫംഗ്ഷൻ, ഡീജനറേറ്റ് ഫംഗ്ഷന്റെ ഒരു സെറ്റാണ് നമുക്കുള്ളതെന്ന് കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സം ചെയ്യുമ്പോഴും എന്ത് തന്നെ കിട്ടും? അതേ ഐഗൺ വാല്യൂ തന്നെ കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഏത് ലീനിയർ കോമ്പിനേഷൻ നമുക്ക് ഡീജനറേറ്റ് സെറ്റ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ, നമ്മുടെ ഏതൊരു ഡീജനറേറ്റ് സെറ്റ് ആണെങ്കിൽ ആ ഡീജനറേറ്റ് സെറ്റിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കോമ്പിനേഷൻസും എന്ത് തന്നെ തരും? അതേ ഐഗൺ വാല്യൂ ഉള്ള ഒരു പുതിയ ഫംഗ്ഷൻ തരും. ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് Px, Py, Pz ഓർബിറ്റൽസ് ഉണ്ടെന്നറിയാം. റൈറ്റ്? ഈ ഓർബിറ്റൽസിനെ മിക്സ് ചെയ്ത് നമുക്ക് പുതിയ ഓർബിറ്റൽസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടും? അതേ ഐഗൺ വാല്യൂ ഉള്ള പുതിയ ഓർബിറ്റൽ കിട്ടും. അത് ഡി ഓർബിറ്റൽസിന്റെ കാര്യത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കണ്ട. അപ്പോൾ എന്ത് മാത്രം മനസ്സിലാക്കുക? നമുക്ക് ഏത് ഫംഗ്ഷനെയും എന്ത് ചെയ്യാം? അതിന്റെ ഐഗൺ ഫംഗ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അതും എന്ത് തന്നെയായിരിക്കും? ഐഗൺ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. ഇനി ഒരു ഡീജനറേറ്റ് സെറ്റ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഡീജനറേറ്റ് സെറ്റിന്റെ ലീനിയർ കോമ്പിനേഷൻ മൂലം കിട്ടുന്ന പുതിയ ഫംഗ്ഷന്റെ ഐഗൺ വാല്യൂ എന്ത് തന്നെയായിരിക്കും? ആ ഡീജനറേറ്റ് സെറ്റിലെ മറ്റ് ഫംഗ്ഷൻസിന്റെ ഐഗൺ വാല്യൂ തന്നെയായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്കറിയാം. അത് വേവ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്താൽ എന്ത് കിട്ടുന്നു? നമുക്ക് എനർജി കിട്ടുന്നു. അപ്പോൾ H ക്യാപ് Xn ഈക്വൽസ് En Xn എന്ന് എഴുതുന്നു. എന്താണ് അതിന്റെ അർത്ഥം? Psi ഒറ്റ ഫംഗ്ഷൻ അല്ല, ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് എന്താകാം? ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിന്റെ ഐഗൺ ഫംഗ്ഷൻസ് ആയിട്ട് വരാം എന്നാണ് അതിന്റെ അർത്ഥം. അത് ഓരോന്നും ഏതിനെ റെപ്രസെന്റ് ചെയ്യും? ഓരോ ഫംഗ്ഷൻസും ഐഗൺ ഫംഗ്ഷൻസും ഓരോ ക്വാണ്ടം സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യും. റൈറ്റ്? അതാണ് അതിന്റെ അർത്ഥം. വ്യത്യസ്ത ക്വാണ്ടം സ്റ്റേറ്റ്, അതിനൊക്കെ ഐഗൺ വാല്യൂ ഉണ്ടാകും. വ്യത്യസ്ത ഐഗൺ വാല്യൂ ഉണ്ടാകാം. ഡീജനറേറ്റ് ഐഗൺ വാല്യൂവിന്റെ സെറ്റും കൂട്ടത്തിൽ ഉണ്ടാകാം എന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് നമ്മൾ ഒരു ആറ്റത്തിൽ കാണുന്നത്. നമുക്കറിയാം ഓർബിറ്റൽസ് 1s 2s 2p എന്നൊക്കെ നമ്മൾ എഴുതുന്നു. ഇതൊക്കെ ഓരോ ക്വാണ്ടം സ്റ്റേറ്റ് ആണ്. അത് ഓരോന്നും ഓരോ ഐഗൺ ഫംഗ്ഷൻസ് ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. Px Py 2px 2py 2pz എന്താണത്? അത് മൂന്ന് വ്യത്യസ്തമായ ഐഗൺ ഫംഗ്ഷൻസ് ആണ്. പക്ഷേ അതിന്റെ മൂന്നിന്റെയും ഐഗൺ വാല്യൂ സെയിം ആണ്. റൈറ്റ്? അതൊരു ഡീജനറേറ്റ് സെറ്റ് ആണ്. പക്ഷേ 1s മുതൽ 2p വരെയോ അല്ലെങ്കിൽ 1s മുതൽ മുന്നോട്ട് പോകാവുന്ന എത്രത്തോളം അതെല്ലാം എന്ത് തന്നെയാണ്? ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിന്റെ ഐഗൺ ഫംഗ്ഷൻസ് ആണ്. ഹൈഡ്രജൻ ആറ്റം കൺസിഡർ ചെയ്താൽ മതി. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം കൺസിഡർ ചെയ്താൽ. അപ്പോൾ അതിന്റെ ഐഗൺ ഫംഗ്ഷൻസ് ആണ്. എനർജി വ്യത്യസ്തമാണ്. പക്ഷെ ഇടയിൽ എന്തുണ്ടാകാം? നമുക്ക് Px Py Pz കണ്ടതുപോലെ ഡീജനറേറ്റ് സെറ്റ്സും ഉണ്ടാകാം. നമുക്ക് കിട്ടുന്ന ഐഗൺ വാല്യൂവിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒരു എക്സ്പെരിമെന്റലിൽ ഇലക്ട്രോണിന്റെ എനർജി മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ എനർജിയാണത്. ഇലക്ട്രോൺ എന്നല്ല, ഏത് പാർട്ടിക്കിളും. നമ്മൾ ഹാമിൽട്ടോണിയൻ എവിടെയാണോ അപ്ലൈ ചെയ്തത്? സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൽ അപ്ലൈ ചെയ്യാം, പാർട്ടിക്കിളിനെ ബോക്സിൽ അപ്ലൈ ചെയ്യാം, എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ സിസ്റ്റത്തിന്റെ, ആ ക്വാണ്ടം സിസ്റ്റത്തിന്റെ എനർജിയെയാണ്, മെഷർമെന്റിൽ നമുക്ക് കിട്ടുന്ന എനർജിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ആറ്റം കൺസിഡർ ചെയ്തോളൂ. നമ്മൾ അതിന്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും?
ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ എനർജി ആയിരിക്കും. റൈറ്റ്? ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഉണ്ട്, എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജി ഉണ്ട്. അതൊക്കെ ഓരോ eigen ഫങ്ഷൻസും അതിൻ്റെ eigen വാല്യൂസും അതിനെ റെപ്രസെന്റ് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. റൈറ്റ്? ഇനി നമ്മൾ ഇങ്ങനെ eigen ഫങ്ഷൻസ് ഉണ്ട്, അതിൻ്റെ ഓപ്പറേറ്ററാണ് അതിൽ ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിന് ഫിസിക്കൽ മെഷർമെൻറ്റിൽ കിട്ടുന്ന വാല്യൂ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഫിസിക്കലായിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടണമെങ്കിൽ ഈ വേവ് ഫംഗ്ഷൻ, eigen ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഫംഗ്ഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ കെമിസ്ട്രിയിൽ വരുമ്പോൾ വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ എന്നൊക്കെ പറയും. ഒരു വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻസ് ഒബേ ചെയ്യേണ്ട ചില റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ ചില പ്രത്യേക ഫംഗ്ഷൻസേ അങ്ങനെ ഒബേ ചെയ്യുള്ളൂ, അതേ eigen ഫംഗ്ഷൻ ആവുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ, അത് വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻസിൻ്റെ ഈ നേച്ചർ എന്താണെന്ന് ക്വാളിറ്റേറ്റീവായിട്ടൊന്ന് കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. റൈറ്റ്? നമ്മളതിൻ്റെ മാത്തമാറ്റിക്കൽ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. എന്താണ് വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻസ്? ഒബേ ചെയ്യേണ്ട ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഒബേ ചെയ്യുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ ആണ് എന്ത്? eigen ഫംഗ്ഷൻ, പ്രോപ്പർ ഫംഗ്ഷൻ. അതാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? നമുക്ക് മെഷർ ചെയ്യാവുന്ന ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഉള്ള ഒരു സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതേ നമുക്ക് അറിയാൻ കഴിയും, എക്സ്പെരിമെന്റലായിട്ട് അറിയാൻ കഴിയുന്ന കാര്യം അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആവണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരം ഫംഗ്ഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, eigen ഫംഗ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുകൂടി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ eigen ഫംഗ്ഷൻ സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഒറ്റ വാല്യൂ ഉണ്ടാവാൻ പാടുള്ളൂ. എന്താണ് അതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് മാത്രമുള്ള ഒരു സ്പേസ് കോർഡിനേറ്റ് മാത്രമുള്ള ഒരു സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. റൈറ്റ്? ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്ത് വേണം? ഈ ഫംഗ്ഷൻ, വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ഫിക്സ് ചെയ്താൽ സൈയുടെ വാല്യൂ ഫിക്സ്ഡ് ആവണം. ഒറ്റ വാല്യൂ ഉണ്ടാകാൻ പാടുള്ളൂ. എക്സിന് നമ്മൾ ഒരു നമ്പർ വാല്യൂ കൊടുത്തു, 2 എന്ന് കൊടുത്തു, 2 യൂണിറ്റ്സ് വാട്ട് എവർ ഇറ്റ് മേ ബി, സെന്റിമീറ്ററോ നാനോമീറ്ററോ എന്തോ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ വറീഡ് ആവണ്ട. എക്സിന് നമ്മൾ 2 എന്ന് വാല്യൂ കൊടുത്താൽ എന്ത് വേണം? സൈയുടെ വാല്യൂ ഫിക്സ്ഡ് ആവണം. സൈക്ക് എന്തേ പാടുള്ളൂ? ഒരു പ്രത്യേക വാല്യൂ പാടുള്ളൂ. അത്രേ ഉള്ളൂ സിംഗിൾ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 3D സ്പേസ് ആകുമ്പോൾ എന്താണ്? നമ്മൾ എക്സും വൈയും ഇസഡും സ്പെസിഫൈ ചെയ്യുന്നു എന്ന് കരുതുക. അതിൻ്റെ അർത്ഥം എന്താണ്? സ്പേസിലെ ഒരു പോയിന്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ പോയിന്റിൽ എന്താവണം? ഒറ്റ വാല്യൂ വരാൻ പാടുള്ളൂ. എക്സും വൈ ഇസഡിന്റെ ആ പ്രത്യേക കോമ്പിനേഷന് ഒരൊറ്റ വാല്യൂവേ വരാൻ പാടുള്ളൂ എന്നാണ് സൈ സിംഗിൾ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ ഒരു സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്ത് വരാം? സ്ക്വയർ റൂട്ടിന് 2 വ്യത്യസ്ത വാല്യൂ പോസിബിൾ ആണ്. ഇപ്പോൾ y = 4, സോറി x = 4 and y = square root of x ആണെന്ന് കരുതുക. അപ്പോൾ എന്ത് വരുന്നു? y can be either +2 or -2. അപ്പോൾ അതെന്താവില്ല? നമ്മൾ എക്സിന്റെ വാല്യൂ എന്ത് ഫിക്സ് ചെയ്തു? 4 എന്ന് ഫിക്സ് ചെയ്തപ്പോൾ വൈക്ക് 2 വ്യത്യസ്ത വാല്യൂസ് പോസിബിൾ ആണ്. അതെന്താവില്ല? ഒരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആവില്ല. അപ്പോൾ റിഗ്രസ് ആയി പറയുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. റൈറ്റ്? ഫോളോ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സിംഗിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ എക്സ് നമ്മൾ കണ്ടിന്യൂസ് ആയി വേരി ചെയ്യുന്ന അനുസരിച്ച് എന്താണ്? നമുക്കൊരു സ്പേസ് കോർഡിനേറ്റേ ഉള്ളൂ എന്ന് കരുതുക. അത് കണ്ടിന്യൂസ് ആയി വേരി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനും എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയി വേരി ചെയ്യണം. അപ്പോൾ എക്സ് കണ്ടിന്യൂസ് ആയി 1ൽ നിന്ന് 2ലേക്ക് പോയി 3ലേക്ക് പോയി നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ സൈയുടെ വാല്യൂ എന്ത് ചെയ്യാം? ഡിക്രീസ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, വാട്ട് എവർ ഇറ്റ് മേ ബി, കണ്ടിന്യൂസ് ആയി ചേഞ്ച് ചെയ്യണം. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? അപ്പോൾ x = 1 എന്ന് പറഞ്ഞപ്പോൾ സൈയുടെ വാല്യൂ 2 എന്ന് കിട്ടിയെന്ന് കരുതുക. x = 2 എന്ന് പറഞ്ഞാൽ സൈയുടെ വാല്യൂ നമുക്ക് -2ലേക്ക് പോയി എന്ന് കരുതുക. വീണ്ടും x = 3 എന്ന് പറയുമ്പോൾ സൈയുടെ വാല്യൂ +4ലേക്ക് പോയി എന്ന് കരുതുക. അങ്ങനെയുള്ളത് അബ്രപ്റ്റ് ചേഞ്ചസ് ആണ്. അത് പോസിബിൾ അല്ല, അത് സാധ്യമല്ല എന്നാണ് കണ്ടിന്യൂസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സൈയുടെ വാല്യൂ കണ്ടിന്യൂസ് ആയി വേരി ചെയ്യാൻ പാടുള്ളൂ. ഇത് രണ്ടും സൈയുടെ ഫസ്റ്റ് ഡിഫറൻഷ്യലിനും ആപ്ലിക്കബിൾ ആണ്, സിംഗിൾ വാല്യൂഡ് ആൻഡ് കണ്ടിന്യൂസ് വേരിയേഷൻ എന്നുള്ളത്. അപ്പോഴേ ഇതൊരു ഫിസിക്കൽ സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യുകയുള്ളൂ. അതിന്റെ ഡീപ്പർ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലേക്ക് നമ്മളിപ്പോൾ കടക്കണ്ട. ഈ 2 റൂൾസ് ഫംഗ്ഷൻസ്, പ്രോപ്പർ ഫംഗ്ഷൻസ് ഒബേ ചെയ്തിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കാം. ഓക്കെ.
ഇനി ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. അത് ഈ വേവ് ഫംഗ്ഷനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ബേൺ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. വേവ് ഫംഗ്ഷനെ ഫിസിക്കൽ സിസ്റ്റവുമായിട്ട് ബന്ധിച്ച് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. വേവ് ഫംഗ്ഷന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ബേൺ ഇന്റർപ്രിട്ടേഷൻ്റെ വേവ് ഫംഗ്ഷന്റെ സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോസിബിളായ സ്പേസിൻ്റെ പോസിബിൾ വാല്യൂ 3 കോർഡിനേറ്റും എടുക്കുക, എക്സും വൈയും ഇസഡ്. പോസിബിൾ വാല്യൂസ് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് എവിടെ വരെ ആകാം? -∞ മുതൽ +∞ വരെ ആകാം. അതിൻ്റെ ഇടയിൽ ഏത് സ്പേസും നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് +1 2 +2 എന്ന് വാല്യൂ കൊടുക്കാം, വൈക്കും അതുപോലെ ഒരു വാല്യൂ കൊടുക്കാം, സെഡിനും വാല്യൂ കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ക്യൂബിക്കൽ സ്പേസ് ഡിഫൈൻ ചെയ്യുകയാണ്, റൈറ്റ്? ആ ക്യൂബിക്കൽ സ്പേസിൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, സൈ സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കൃത്യമായി പറഞ്ഞാൽ സൈ സ്ക്വയർ അല്ല, അതിൻ്റെ മോഡുലസ് സ്ക്വയർ എന്ന് പറയും. എന്തുകൊണ്ടാണ് മോഡുലസ് സ്ക്വയർ എന്ന് പറയുന്നത്? സൈ പലപ്പോഴും കോംപ്ലക്സ് ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷനിൽ എന്തുണ്ടായിരിക്കും? കോംപ്ലക്സ് നമ്പർ വരുന്നുണ്ടാവും, ഐ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കണം. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു റിയൽ പോസിറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. അതുകൊണ്ടാണത്, റൈറ്റ്? അതിൻ്റെ കാരണങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കേണ്ട. സൈ സ്റ്റാർ ആണ് എടുക്കേണ്ടത്. സൈ മോഡുലസ് സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ സൈ സ്റ്റാർ എന്ന് എടുക്കണം, റൈറ്റ്? അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് സ്ക്വയർ ഇൻ്റഗ്രബിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് ബോൺ ഇന്റർപ്രിട്ടേഷനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യൂബിക് ആയിട്ടുള്ള സ്പേസ് വോളിയംസ് ഇമാജിൻ ചെയ്യാം. ഏത് വാല്യൂവും എന്തിനു കൊടുക്കാം? ലിമിറ്റിന്, എക്സിൻ്റെ വൈയുടെയും ലിമിറ്റിന്, ഇൻ്റഗ്രേഷനിലെ ലിമിറ്റിന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ റീജിയൺ ഓഫ് സ്പേസിലെ ഈ പാർട്ടിക്കിളിനെ ഫൈൻഡ് ചെയ്യാനുള്ള ഇൻ ആൻ എക്സ്പെരിമെന്റ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദാറ്റ് പാർട്ടിക്കിൾ ഇൻ ദാറ്റ് സ്പേസ്? നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന, ഇൻ്റഗ്രേഷനിൽ ഡിഫൈൻ ചെയ്യുന്ന സ്പേസിൽ ഈ പാർട്ടിക്കിൾ വരാനുള്ള സാധ്യത എത്രയുണ്ട് എന്നാണ്. അപ്പോൾ നമ്മളൊരു സ്പേസ് ഡിഫൈൻ ചെയ്തു എന്ന് കരുതുക, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 0.5 എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു എക്സ്പെരിമെന്റിൽ ആ പാർട്ടിക്കിൾ കാണാനുള്ള ചാൻസ് 50% ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളൊരു ധാരാളം എക്സ്പെരിമെന്റ്സ് ചെയ്താൽ അതിൽ പകുതി എക്സ്പെരിമെന്റിൽ പാർട്ടിക്കിൾ കാണും, പകുതിയിൽ എന്ത് കാണില്ല? പാർട്ടിക്കിൾ കാണില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പകുതി സമയം പാർട്ടിക്കിൾ സ്പെൻഡ് ചെയ്യുന്നത് ആ സ്പേസിന് പുറത്തായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം, റൈറ്റ്? പ്രോബബിലിറ്റി 0.5 ആണെങ്കിൽ, പ്രോബബിലിറ്റി 0.8 ആണ് ഒരു സ്പേസിൽ, നമ്മൾ ഡിഫൈൻ ചെയ്ത ഒരു സ്പേസിൽ പ്രോബബിലിറ്റി സൈ സ്ക്വയർ, ആ ഇന്റഗ്രൽ 0.8 എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഡിഫൈൻ ചെയ്ത സ്പേസിൽ എന്തായിരിക്കും? ഈ പാർട്ടിക്കിള് നമ്മൾ 80% ഓഫ് ദ ടൈം, 80% ഓഫ് ദ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വളരെ അധികം എക്സ്പെരിമെന്റ്സ് ചെയ്യുമ്പോൾ 80% എക്സ്പെരിമെന്റ്സിലും അത് അവിടെ ഉണ്ടാകും എന്നാണ് അർത്ഥം. ഒരു പ്രത്യേക എക്സ്പെരിമെന്റിൽ അത് കാണാനുള്ള ചാൻസ് 0.8 ആണെന്ന് പറയും. അപ്പോൾ നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അത് അവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് ഒരു എക്സ്പെരിമെന്റിൽ ഇല്ല എന്ന് കണ്ടു, അടുത്ത എക്സ്പെരിമെന്റിൽ കണ്ടുകൊള്ളണമെന്നില്ല. എന്ത് ചെയ്യുക? ധാരാളമായി റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 80% ഓഫ് എക്സ്പെരിമെന്റ്സ് വി വിൽ ഫൈൻഡ് ദ പാർട്ടിക്കിൾ. 80% പരീക്ഷണങ്ങളിലും പാർട്ടിക്കിള് നമ്മൾ ആ ഇന്റഗ്രേഷനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ലിമിറ്റിന്റെ ഉള്ളിൽ, ആ സ്പേസിന്റെ ഉള്ളിൽ വരും എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടണം? ഫൈനൈറ്റ് വാല്യൂസ് കിട്ടണം, റൈറ്റ്? അതാണ് അടുത്ത കണ്ടീഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഈ വേവ് ഫംഗ്ഷൻ നോർമലൈസബിൾ ആയിരിക്കണം എന്ന് കൂടി. അപ്പോൾ സിംഗിൾ വാല്യൂഡ് ആകണം, കണ്ടിന്യൂസ് ആകണം, അത് ഫസ്റ്റ് ഡിഫറൻഷ്യലിനും ബാധകമാണ്. പിന്നെ എന്താണ്? സ്ക്വയർ ഇൻ്റഗ്രബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. അതെന്താണ്? പ്രോബബിലിറ്റി ഫൈനൈറ്റ് ആയിരിക്കണം. ഒരു ഡിഫൈൻ ചെയ്യുന്ന ഒരു റീജിയണിൽ പ്രോബബിലിറ്റി ഫൈനൈറ്റ് ആയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നോർമലൈസബിൾ ആയിരിക്കണം. നമ്മളൊരു സിസ്റ്റം, ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം, ഒറ്റ പാർട്ടിക്കിൾ മാത്രമുള്ള ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം കൺസിഡർ ചെയ്യുക, ഒരേ ഒരു പാർട്ടിക്കിൾ, റൈറ്റ്? എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പാർട്ടിക്കിളിനെ നമ്മൾ വേവ് ഫംഗ്ഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈ വേവ് ഫംഗ്ഷൻ ഏതിൻ്റെ ഏഗൻ ഫംഗ്ഷൻ ആണ്? നമ്മുടെ ഒരു ഓപ്പറേറ്ററിന്റെ ഏഗൻ ഫംഗ്ഷൻ ആണ്, ആയിക്കോട്ടെ. അതുകൊണ്ട് നമുക്ക് എനർജി ഓപ്പറേറ്റർ ആണെങ്കിൽ എനർജി കാണാം, അതായിക്കോട്ടെ. ഈ വേവ് ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എവിടെ നിന്ന് എങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു? ത്രൂ ദ ഹോൾ സ്പേസ്. അപ്പോൾ എക്സിന്റെ വാല്യൂ എവിടുന്ന്? ലിമിറ്റ്, എക്സിന്റെ ലിമിറ്റ് എവിടുന്ന് അങ്ങോട്ട് കൊടുക്കുക? -∞ ടു +∞. വൈക്കും അതേ ലിമിറ്റ് കൊടുക്കുക, ഇസഡിനും അതേ ലിമിറ്റ് കൊടുക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ഹോൾ സ്പേസ്.
ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഈ യൂണിവേഴ്സ് മൊത്തമായിട്ട് കൺസിഡർ ചെയ്താണ് ഇൻ്റഗ്രേഷൻ നടത്തുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്കൊരു പാർട്ടിക്കിളേ ഉള്ളൂ, അതിൻ്റെ പ്രോബബിലിറ്റിയാണ് ഈ സ്ക്വയർ ഇൻ്റഗ്രൽ തരുന്നത് എന്നും നമുക്കറിയാം. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിള് ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം, എന്നാലേ നമ്മളൊരു പാർട്ടിക്കിളിനെ ആ വേവ് ഫംഗ്ഷൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിന് അർത്ഥമുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്, ആ പാർട്ടിക്കിളിനെ ആ വേവ് ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല എന്നാവും അർത്ഥം. അപ്പോൾ പ്രോബബിലിറ്റി എന്തായിരിക്കണം, ആ പാർട്ടിക്കിൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കാൻ, ഈ സ്പേസിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കാൻ, പ്രപഞ്ചം എന്ന് വിട്ടോളൂ, ഈ സ്പേസിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കണം, 1 ആയിരിക്കണം. എല്ലാ സ്പേസിലൂടെയും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പ്രോബബിലിറ്റി 1 എന്ന് കിട്ടിയിരിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ആ പാർട്ടിക്കിളിനെ ഈ വേവ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ കിട്ടി, ഏഗൻ ഫംഗ്ഷൻ ആണ്, ബാക്കി കാര്യങ്ങളൊക്കെ ഒബേ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തല്ല, അതിൻ്റെ പ്രോബബിലിറ്റി ത്രൂ ദ ഹോൾ സ്പേസ് ഈസ് നോട്ട് ഈക്വൽ ടു 1 അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നോർമലൈസ്ഡ് ഫംഗ്ഷൻ അല്ല, അത് ഈ സിസ്റ്റത്തെ കൃത്യമായി റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഫംഗ്ഷനെ ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താക്കി മാറ്റേണ്ടി വരും, നോർമലൈസ് ചെയ്യേണ്ടി വരും. ഈ പ്രോബബിലിറ്റി 1 എന്ന് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഈ ഫംഗ്ഷനെ മാറ്റേണ്ടി വരും, അതിനെ കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോഴേ എന്താവുള്ളൂ, നോർമലൈസ്ഡ് ഫംഗ്ഷൻ ആവുകയുള്ളൂ, അതായിരിക്കും ആ സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏഗൻ ഫംഗ്ഷൻ തന്നെ എന്താവണം, നോർമലൈസബിൾ കൂടി ആകണം, എങ്കിലേ അത് ആ സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് അർത്ഥം. റൈറ്റ്. ഇനി നമ്മൾ ഇത്തരം ഈ വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻസ് എടുത്താൽ e റൈസ് ടു -x², e ടു ദി പവർ ഓഫ് -x², sin x, cos x തുടങ്ങിയ ഫംഗ്ഷൻസ് എന്താണ്, ഇത്തരം നമ്മൾ ഈ പറഞ്ഞ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പ്രാപ്തിയുള്ള ഫംഗ്ഷൻസ് ആണ്, എക്സിൻ്റെ ഫംഗ്ഷൻസ് ആണ് എന്നേ അർത്ഥമുള്ളൂ. അതേസമയം tan x, cot x, e ടു ദി പവർ ഓഫ് x ഒക്കെ എന്താണ്, ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിവുള്ള ഫംഗ്ഷൻസ് ആവില്ല. അതിൻ്റെ അർത്ഥം ഈ ഞാൻ ഈ പറഞ്ഞ ഫംഗ്ഷൻ sin x, cos x ഒക്കെ യഥാർത്ഥത്തിൽ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്ത് കൊള്ളണമെന്നല്ല, റെപ്രസെന്റ് ചെയ്യാൻ കഴിവുള്ള ഫംഗ്ഷൻസ് ആണ്. കാരണം ഈ പറഞ്ഞ സംഗതികളൊക്കെ അതിനെ ഒബേ ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ട് മാത്രം അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കിത് ഏഗൻ ഫംഗ്ഷൻസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ തീർക്കാം എന്ന് കരുതുന്നു. മൊമെന്റം ഓപ്പറേറ്റർ അതിൻ്റെ ഒരു ഏഗൻ ഫംഗ്ഷൻ ഒന്ന് കണ്ടിട്ട്, ഒരു ഏഗൻ ഫംഗ്ഷൻ കണ്ടിട്ട് നമുക്ക് പോകാം. ഒരു ഫംഗ്ഷൻ എക്സിൻ്റെയും ടിയുടെ ഒരു ഫംഗ്ഷൻ e ടു ദി പവർ ഓഫ് i kx മൈനസ് ഒമേഗ ടി എന്നൊരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് കരുതുക. അത് നമ്മുടെ ഏതിൽ ആക്ട് ചെയ്യുന്നു, മൊമെന്റം ഓപ്പറേറ്റർ അതിൽ ആക്ട് ചെയ്യുന്നു എന്ന് കരുതുക. ഈ ഫംഗ്ഷൻ യഥാർത്ഥത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന ട്രാവലിംഗ് വേവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷനാണിത്. മൊമെന്റം ഓപ്പറേറ്റർ ഇതിൽ ആക്ട് ചെയ്താൽ എന്ത് കിട്ടുന്നു, നമുക്ക് ഈ ഫംഗ്ഷനെ തന്നെ h×k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എഫക്റ്റ്. മൊമെന്റം ഓപ്പറേറ്റർ അറിയാം നമുക്ക്, -i h× d/dx ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് x. അത് ആക്ട് ചെയ്താൽ -i h× ik e ടു ദി പവർ i kx മൈനസ് ഒമേഗ ടി എന്ന് കിട്ടും. അത് നമുക്ക് റീറൈറ്റ് ചെയ്യാം. എങ്ങനെ എഴുതാം, h×k ഫംഗ്ഷൻ ഓഫ് x. അപ്പോൾ തുടങ്ങിയ ഫംഗ്ഷനെ h×k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് തുല്യമാണ് ഈ h×k എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇത് മൊമെന്റം ഓപ്പറേറ്റർ ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് മൊമെന്റത്തിന്റെ വാല്യൂ കിട്ടുന്നു. h×k എന്ന് പറയുന്നത് എന്താണ്, മൊമെന്റത്തിന്റെ വാല്യൂ. റൈറ്റ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഒരു ഫംഗ്ഷൻ എന്താണ്, ട്രാവലിംഗ് വേവ് ആണ്, അതെവിടെയും കൺഫൈൻ ചെയ്ത വേവ് അല്ല. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന വേവിന്റെ മൊമെന്റം നമുക്കറിയാമെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ അർത്ഥം, പൊസിഷൻ. ആ വേവാണിനെയാണ് റെപ്രസെന്റ് ചെയ്ത് ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ, ഏത് പാർട്ടിക്കിളിനെയാണോ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ പൊസിഷൻ നമുക്ക് അറിയാൻ കഴിയില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിന്റെ മൊമെന്റം വളരെ കൃത്യമായി അറിയാമെങ്കിൽ ഈ വേവിന്റെ പൊസിഷനെ കുറിച്ചുള്ള അൺസർട്ടനിറ്റി മാക്സിമം ആയിരിക്കും, അത് നമുക്കറിയാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കൺഫൈൻ ചെയ്ത പാർട്ടിക്കിളിന്റെ സ്ഥിതി അതല്ല. എന്ത് ചെയ്യാം, നമുക്ക് പൊസിഷൻ കുറച്ചുകൂടിയൊക്കെ അറിയാം, പക്ഷെ അപ്പോൾ എന്ത് കൃത്യമാവില്ല, ആ പൊസിഷനിൽ ഈ പാർട്ടിക്കിൾ വരുമ്പോൾ അതിന്റെ മൊമെന്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നോ വേ ടു നോ, അതറിയാൻ ഒരു മാർഗവുമില്ല. റൈറ്റ്. കൺഫൈൻ ചെയ്ത പാർട്ടിക്കിളിന്റെ. അപ്പോൾ നമ്മൾ ആറ്റത്തിലെ ഒരു പാർട്ടിക്കിള് നമ്മൾ ബോർ റേഡിയസിൽ ഇരിക്കുകയാണ് എന്ന് കരുതുക. ബോർ റേഡിയസ് എന്ന് പറയുന്നത് അറിയാം, ഇലക്ട്രോണിന്റെ ആവറേജ് ഡിസ്റ്റൻസിനെയാണ് ബോർ റേഡിയസ് എന്ന് പറയുന്നത്. ആ പൊസിഷനിൽ ഇലക്ട്രോൺ വന്നു എന്ന് കരുതുക.
അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് എത്ര, ആ ഇലക്ട്രോൺ അവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. അവിടെ ഇലക്ട്രോൺ വരുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടെന്ന് കരുതുക, നമ്മൾ പൊസിഷൻ ഡിറ്റക്ട് ചെയ്തു എന്ന് കരുതുക. ആ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിൻ്റെ മൊമെൻ്റ് എത്രയായിരിക്കണം ചോദിച്ചാൽ അതിൽ അൺസർട്ടനിറ്റി ഉണ്ടായിരിക്കും. വി കനോട്ട് ഡിഫൈൻ ഇറ്റ് എക്സാക്ട്ലി എന്നാണ് അതിൻ്റെ അർത്ഥം. റൈറ്റ്. അപ്പോൾ ഈ സംഗതി അൺസർട്ടനിറ്റിയെ നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട് എവിടെ വന്നിരിക്കുന്നു, ഈ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് എത്തിയിരിക്കുന്നു. ഏത് ഉപയോഗിക്കുമ്പോൾ? ഓപ്പറേറ്റേഴ്സും ഫങ്ഷൻസും ഉപയോഗിക്കുമ്പോൾ. അതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ഈ ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് കുറച്ചുകൂടി വിശദമായി കാണേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആകാം. നന്ദി. ബൈ. സീ യു. താങ്ക് യു.